അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബക്കിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിവിടെ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ എന്ന് കരുതിയിട്ട് ഒരു വെറൈറ്റി ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പം നമ്മളൊരു പച്ചക്കറിയുടെ ഇതൊക്കെ വെച്ചിട്ടൊരു ഫ്രൂട്ട്സ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും നമുക്കങ്ങോട്ട് ശരിയായില്ല. എന്നാലും ചെറിയ രീതിക്ക് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒന്ന് നമ്മൾ ക്രാഫ്റ്റ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് അത്രക്കങ്ങട് നന്നായിട്ടൊന്നുമില്ല. എന്നാലും ചെറിയൊരു രീതി നമ്മളൊരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണത്. ഇത് കൂടാതെ തന്നെ ഞാനൊരു സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ രാവിലത്തെ പണിയൊക്കെ ആയ കാരണം രാവിലെ കുറച്ച് പത്തിരിയും പിന്നെ അതുപോലെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് അത് കാണാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് പത്തിരിയാണ്, പ്രസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മിക്ക ദിവസങ്ങളിലും ഒന്നുകിൽ പ്രസ് പത്തിരി അല്ലെങ്കിൽ കൈപ്പത്തിരി കയ്യിൽ വെച്ചിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കൂടുതൽ ഇക്കാക്ക് അങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം. ഇങ്ങനെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ പ്രസ് പത്തിരി ഉണ്ടാക്കും. എന്നും കൈപ്പത്തിരി തിന്നുമ്പോൾ അത് ബോറാവില്ലേ. അപ്പോൾ ഇടയ്ക്കൊരു പ്രസ് പത്തിരിയും കഴിക്കുമ്പോഴല്ലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് അതിലേക്കൊരു മുട്ടക്കറിയും ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയും സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരിയും മുട്ടക്കറിയും പത്തിരിയിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തേങ്ങാപ്പാലും മുട്ടക്കറിയും ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. പത്തിരിയിലേക്ക് എപ്പോഴും തേങ്ങാപ്പാലെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് പത്തിരിക്ക് ആ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ്, ചായ ഒക്കെ കുടിക്കാൻ നേരം വൈകിയിട്ടാണ് കുടിച്ചത്. അപ്പോൾ കാരണം ചോറ് വലിയ താല്പര്യമില്ല, ഇക്കാക്ക് നിർബന്ധമല്ല. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കും. അപ്പോൾ അവർക്ക് മോര് കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കുക, മോരും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് ചോറുണ്ടാക്കും. ഇക്ക അങ്ങനെ ചോറ് കഴിക്കാറില്ല, ഞാനും അങ്ങനെ കഴിക്കില്ല. പത്തിരിയും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറങ്ങനെ കഴിക്കില്ല. കുട്ടികൾക്ക് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി. പിന്നെ മോര് ഞാനിവിടെ ഉണ്ടാക്കിയ മോരാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തൈര് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മോര് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണ തൈരാണ്. അപ്പോൾ അത് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ കാച്ചിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. മോള് ഇന്നലെ അമൂലിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ അമൂലിൻ്റെ ഐസ്ക്രീം കഴിച്ച്. അമൂലിൻ്റെ ഐസ്ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അമൂൽ മറ്റുള്ള ഐസ്ക്രീമിനായിട്ട് നല്ല ടേസ്റ്റാണ് അമൂലിൻ്റെ ഐസ്ക്രീം. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്ക് ചായക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാണ് കേട്ടോ. ബനാനയും പിന്നെ അതുപോലെ ബ്രെഡും വെച്ചിട്ടൊരു ബനാന പോള എന്നൊക്കെ പറയും, അങ്ങനെ ഒന്നുണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ്. ബ്രെഡ് മുക്കിയിട്ട് മുട്ടയിൽ ബ്രെഡ് മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൽ തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് പഞ്ചസാരയും കൂടിയിട്ട് തേങ്ങയിൽ മിക്സ് ചെയ്തിട്ട് അത് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പഴം നമ്മൾ ആദ്യം ഈ ബട്ടറിലിട്ടിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ടാണ് പഴം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ തേങ്ങയിൽ ഈ മിശ്രിതം കൂട്ടിയിട്ടുള്ളത്, അതായത് ജീരകം, ഉള്ളിയും ചെറിയ ഉള്ളി ഒരു ചെറുത് കുറച്ചിട്ടാൽ മതി. ചെറിയ ഉള്ളിയും ജീരകവും തേങ്ങയും കൂടിയിട്ട് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇതിലിട്ട് കൊടുക്കുക. ജീരകത്തിന് പകരം ഏലക്കായ ഇടാം കേട്ടോ. ഞാൻ ഇവിടെ നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഏലക്കായും നല്ലതാണ്, വേറൊരു ടേസ്റ്റാണ്. നല്ല ജീരകം ഇടുമ്പോൾ വേറെ ടേസ്റ്റാണ്. നല്ല ജീരകമാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാവുന്നത്. അങ്ങനെ വെച്ചിട്ട് അത് മൂടുക. അതിൻ്റെ മേലെ അതൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെയും ബ്രെഡിൽ മുട്ട മുക്കിയിട്ട് വീണ്ടും അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ബാക്കിയുള്ള മുട്ട അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കണത് തന്നെയാണ്. ഇത് പുതിയതൊന്നുമല്ല, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എത്ര നമ്മൾ കഴിച്ചാലും നമുക്കതൊരു മട്ടിപ്പ് വരില്ല. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇത്. 4 മണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണല്ലോ. കഴിക്കാൻ നല്ല ചായയുടെ കൂടെയൊക്കെ, ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ മോൾക്ക് ഇന്ന് ലീവായിരുന്നു. അപ്പോൾ ബീച്ചിലേക്കൊന്ന് പോകാമെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ടിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. കുട്ടികൾ കുറേ ഈ ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ മണ്ണിലൊന്നും കളിക്കണില്ലല്ലോ. അപ്പോൾ ബീച്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ മണ്ണിലൊക്കെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം കുട്ടികളൊന്ന് കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ്.
കടൽ കാണുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കാനും മണ്ണിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ മണ്ണപ്പം ചുട്ട് കളിച്ചതൊന്നും ഇപ്പോൾ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് അവർക്കൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അവർക്ക് മണ്ണപ്പം ചുട്ടിട്ട് അത് കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ഞാനിത് ഉണ്ടാക്കണത് അവർ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കി വെച്ചത് ഇങ്ങനെ തകർക്കാനും രസമാണല്ലോ. ബീച്ചിൽ നമ്മൾ എത്ര ചെന്നിരുന്നാലും നമുക്കതൊരു മട്ടിപ്പ് തോന്നില്ല. നമ്മൾക്കിപ്പോൾ എത്ര നേരം അവിടെ സമയം ചിലവഴിച്ചാലും പെട്ടെന്ന് നേരം പോകും അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ബീച്ചിൽ പോയെന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര കണ്ടാലും പോയാലും മതി വരാത്തൊരു സ്ഥലമാണല്ലോ ബീച്ച് അല്ലേ. കടൽ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. പ്രായം ഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ അല്ലേ ബീച്ച്. അങ്ങനെ ഞങ്ങൾ കടലൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നു. ബീച്ചിലൊക്കെ പോയി വന്നതിന് ശേഷം വീണ്ടും ഞാനൊക്കെയും കൂടിയിട്ട് നെസ്റ്റോയിലൊക്കെ പോയി രാത്രികൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് നോക്കാം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ കയറി. അവിടെ നിന്ന് ചിക്കൻ ഷവായ, കുബൂസ്, കീമ അങ്ങനെയുള്ള അതിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ പാർസൽ വാങ്ങിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അത് കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പേരക്ക, നല്ല പഴുത്ത പേരക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജ്യൂസ് അടിച്ചു. ബീച്ചിൽ പോയ കാരണം ഡ്രസ്സൊക്കെ നനഞ്ഞു. ആകെ മണ്ണിലും വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോൾ അതാകെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞ കാരണം കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ആക്കി. അപ്പോൾ പിന്നെ ഇപ്പോൾ ബീച്ചിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ കാറ്റുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങുമല്ലോ. അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായി. എന്നാലും കൂടിയിട്ട് ആകെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറാമെന്നില്ല. ഇവിടെ വന്നിട്ട് ഞങ്ങളതാണ് പാർസൽ വാങ്ങിക്കാൻ പോയത്. അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ കഴിച്ചായിരുന്നു. പിന്നെ പാർസൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിച്ചത്. അപ്പോൾ നല്ല പഴുത്ത പേരക്ക ഉണ്ടായിരുന്നു. ആദ്യം ജ്യൂസ് അടിക്കാമെന്ന് നല്ല ഷെയ്ക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഷെയ്ക്ക് പോലെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാൽപ്പൊടിയൊക്കെ ഇട്ടത്. നോക്കുമ്പോൾ അത് അടിച്ച് വന്ന് നോക്കുമ്പോൾ പാലും പാൽപ്പൊടിയൊക്കെ ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല. പക്ഷേ പേരക്ക വെറുതെ കുറച്ച് തിന്നണം ആ ടേസ്റ്റ് ജ്യൂസ് അടിച്ചപ്പോൾ കിട്ടില്ല കേട്ടോ. എന്നാലും തണവൊക്കെ ഉള്ള കാരണം പിന്നെ അത് എല്ലാവരും അവിടെ കുടിച്ചു. പാലൊഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാൽപ്പൊടിയുടെ ആവശ്യം ഉണ്ടായില്ല. ഞാൻ ഷെയ്ക്ക് രൂപത്തിലടിക്കാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്തത്. പക്ഷേ ആ പാൽപ്പൊടി ഇട്ട കാരണം തോന്നുന്നു ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇനി പാൽ മാത്രം ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കുക. പാൽപ്പൊടിയും പാലും കൂടി ചേർക്കരുത്. ദാഹമുള്ള സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഈ തണവോടുകൂടെ കുടിക്കുമ്പോൾ പാൽപ്പൊടി ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ചില സമയത്ത് നമുക്കതൊരു പാൽപ്പൊടി ഇടുമ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസമുള്ള പോലെ തോന്നും. അപ്പോൾ ഇതിലെനിക്ക് ഈ പാൽപ്പൊടി ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും നമുക്ക് ജ്യൂസ് അടിക്കാണ്ട് വെറുതെ ഓരോ പീസ് ഫ്രൂട്ട്സ് ആയാലും വെറുതെ കഷ്ണം മുറിച്ചിട്ടിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഇത് നോക്കി ഇരിക്കണവരാണെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ജ്യൂസ് കുടിച്ചിട്ട് തൃപ്തിയാവാണ്ടായപ്പോൾ ഞാൻ സ്ട്രോബെറി ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ ഒരു തൃപ്തിയായി. അപ്പോൾ കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മളെ കലാപരിപാടികൾ തുടങ്ങാനാണ്. ഈ സ്ട്രോബെറി വെച്ചിട്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കുള്ളൂ. നമ്മളിപ്പോൾ എന്ത് വെച്ചിട്ടും നമുക്കൊരു ക്രാഫ്റ്റ് പോലെ ഓരോന്ന് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ ഒരു പേരക്ക, ഒരു ആപ്പിൾ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ പേരക്കയുടെ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ആപ്പിളിൻ്റെ ഇതും കട്ട് ചെയ്തിട്ട് ഇതിൽ കാണുന്ന പോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളിത് ഒരു ക്യാരറ്റും അതുപോലെ അതിൻ്റെ മേലെ കുത്തി നിർത്തണം. പിന്നീട് ക്യാരറ്റുമ്മേ ഓരോ സ്ട്രോബെറിയും ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നിർത്തുക. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്
കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മളൊരു ഹാപ്പി ന്യൂ ഇയറിൻ്റെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായി പുത്തൻ പ്രതീക്ഷകളും പുതുപുത്തൻ മോഹങ്ങളുമായി പുതുപുലരി പിറക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രപഞ്ചനാഥ കാത്തോളനെ. ഏവരെയും പ്രാർത്ഥനയോടെ പുതുവത്സരാശംസകൾ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.